മുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോയൽ എൻഫീൽഡ് 100-350. ഇതിൻ്റെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റോയൽ എൻഫീൽഡ് 100-350യുടെ മൈലേജ് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എണ്ണ ഫുള്ളായിട്ട് കാലിയായിട്ട് വണ്ടി ഓഫായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ബിയിൽ 0 ഇട്ടിട്ട് ഒരു ചെക്കിങ് എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ 500 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള 500 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞിട്ടുള്ള 500 കിലോമീറ്റർ എന്നാൽ 1000ൻ്റെ മുകളിലായി കിലോമീറ്റർ ഓൾറെഡി. അപ്പോൾ 500 കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയിൽ ഒരു ഡ്രൈവ്. അപ്പോൾ 2-3 സർവീസ് കഴിയുമ്പോൾ മൈലേജ് കൂടാൻ ചാൻസ് ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയ മൈലേജ് ചെക്കിങ് വീഡിയോ 2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് അങ്ങ് പോകാൻ പോകണം. അപ്പോൾ എവിടെ എത്തിയിട്ട് നിൽക്കുമോ അവിടെ അതുവരെയുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്ത് മൈലേജ് ഇത്ര കിട്ടും എന്നുള്ളത് ഏകദേശം ചെക്ക് ചെയ്യണമെന്ന് അതിന് കംപ്ലൈൻറ്റ് വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കാതെയാണ് പോകുന്നത്. എന്നാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ലെവലിൽ. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 0 കിലോമീറ്റർ മുതൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 2 ലിറ്റർ പെട്രോളിൽ എത്ര ദൂരം പോകുന്നത്. മൈലേജ് ചെക്കിങ്ങിൻ്റെ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിൽ ഈവനിങ്ങിലൊക്കെ കപ്പിൾസിന് വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടാർ ഏരിയയാണ്. എന്താ ഒരു ബൈപ്പാസ് റോഡ്, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കായലായിട്ടുള്ള ഏരിയ, ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്, കുറേ തട്ടുകടയും ഒരു ഈവനിങ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വൈബ്. അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഇതിന് ശേഷം ഗ്രൂപ്പിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവനിങ് 4 മണിക്കൊക്കെ ശേഷം ജസ്റ്റ് ടൈം പാസ്സായിട്ട് ഇങ്ങനെ ചായയും കുടിച്ച് പരിപ്പോടൊക്കെ നോക്കിയിട്ട് ഈ വേണ്ട അടിക്കടിക്ക് ബ്ലാക്ക് സൈക്കിളോ. അപ്പോൾ ഈവനിങ് 4 മണിക്കൊക്കെ ശേഷം ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. നല്ല വൈബാണ്. ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അത് ഈ മൈലേജ് നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഞങ്ങൾ വരുമ്പോൾ ആ ഒരു റോഡിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഒരു മൂന്നാറിലൊക്കെ പോയിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു മോഡൽ റോഡും കാര്യങ്ങൾ, വാക്കിംഗ് ഏരിയ പോലെ സൈഡിൽ കട്ടകളൊക്കെ പതിച്ചിട്ടുള്ള ഒരു അടാറ് വൈബ് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യേകിച്ച് ഈവനിങ് 4 മണി 5 മണിക്ക് ശേഷം അങ്ങനെ ആ ഒരു മങ്ങിയ പ്രകാശത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് ശേഷം.
നമ്മുടെ മൈലേജ് ടെസ്റ്റ് 78.4 2 ലിറ്ററിന് 78.4 റോയൽ എൻഫീൽഡ് 100 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി സ്ഥലത്തു നിന്നാണെങ്കിലും എൻ്റെ വളരെ ഷോക്കായിട്ടുള്ള ഒരു വളവ് തിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അധികം നേരം അവിടെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ലിറ്റേഴ്സിൽ 78.4. അപ്പോൾ ഞാനൊരു 70-ലൊക്കെ നിൽക്കും, 35 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ 78.4 എന്ന് പറയുമ്പോൾ നമുക്ക് 39.2 കിലോമീറ്ററോളം 1 ലിറ്ററിൽ കിട്ടിയിട്ടുണ്ട്. അതും മറ്റേ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത് മോശമില്ലാത്ത മൈലേജ് എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിക്ക് 39.2 മൈലേജ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ 2 സർവീസും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അത് 40 അപ്പോൾ 40ൻ്റെ മുകളിൽ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര വളരെ തിരിവുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ച് മാറി നിന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. 2 ലിറ്ററിന് 78.4 കിലോമീറ്റർ, 1 ലിറ്ററിൽ നമുക്ക് 39.2 കിലോമീറ്ററോളം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് 500-ൽ കഴിഞ്ഞിട്ട് 1000 ചില്ലാനം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 39.2 കിലോമീറ്റർ 39.2 കിലോമീറ്റർ പറഞ്ഞാൽ മോശമില്ലാത്ത ഒരു കിലോമീറ്റർ. നമുക്ക് ഇനി ചിലപ്പം എബോ 40 ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കിലോമീറ്റർ തന്നെയാണ് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് 100 350 എന്ന് പറഞ്ഞത് പൊളിയാണ് കേട്ടോ. ഇത് മാറ്റ് റേബൽ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഞാൻ അതിനൊരു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്, അത് കാരണത്താൽ ഒരു ഗ്ലോസി ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ.